ജോബിൻ കൊടുത്ത കവറും കെട്ടിപ്പിടിച്ച് കൃഷ്ണ റൂമിലേക്ക് കയറുമ്പോൾ ബെഡിൽ തന്നെ കണ്ണിന് കുറുകെ കൈയും വെച്ച് കിടക്കുകയാണ് ജോയൽ. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ കോഴിച്ചേൻ? മുറപ്പെണ്ണ് പോയതിൻ്റെ സങ്കടമായിരിക്കും. ജോയലിനെ നോക്കി പിറുപിറുത്തുകൊണ്ട് അവൾ ബെഡിന് എതിർവശത്തായി കിടന്ന ടേബിളിലേക്ക് കവർ വെച്ച് അവിടെ ഉണ്ടായിരുന്ന ചെയറും വലിച്ചിട്ട് അതിലേക്ക് ഇരുന്നു. ശേഷം കൊതിയോടെ പൊതിയഴിച്ച് ദോശയും ബീഫും ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. അവൾ വന്നതും അവനെ നോക്കി പിറുപിറുക്കുന്നതുമെല്ലാം ജോയൽ കാണുന്നുണ്ടായിരുന്നു. അവൻ ഉണർന്നു കിടക്കുകയാണെന്ന് അറിഞ്ഞാൽ അവൾ റൂമിൽ നിൽക്കാതെ പോയിക്കളഞ്ഞാലോ എന്ന് പേടിച്ച് അവൾ ചെയ്യുന്നത് ഓരോന്നും ഇടങ്കണ്ണിലൂടെ അവൻ നോക്കിക്കണ്ടു. ഇവൾ എന്നതായി കഴിക്കുന്നത്? അതും ഈ നേരത്ത്? എണീറ്റ് നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, കുഴപ്പമാവും. പെണ്ണ് ചിലപ്പോൾ കഴിക്കാതെ എണീറ്റ് പൊയ്ക്കളയും. ഓരോന്ന് ആലോചിച്ച് അവൻ അനങ്ങാതെ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് കണ്ണിന് മുകളിൽ വെച്ച കൈയുടെ ഇടയിലൂടെ അവളെ കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് ദോശ കഴിച്ചു കൊണ്ടിരുന്ന കൃഷ്ണയ്ക്ക് ഒരു വല്ലായ്മ പോലെ തോന്നുന്നത്. വയറിനുള്ളിൽ എന്തോ ഉരുണ്ടു കൂടും പോലെ തോന്നി. അവൾ അസ്വസ്ഥതയോടെ കഴുപ്പ് നിർത്തി വയറിൽ കൈകൾ അമർത്തി. അവളുടെ ഈ മാറ്റങ്ങളെല്ലാം ജോയൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ കണ്ണിന് മുകളിലിരുന്ന കൈ എടുത്തു മാറ്റി സംശയത്തോടെ അവളെ ഉറ്റുനോക്കി. അടുത്ത നിമിഷം വയറിൽ നിന്നും എന്തോ മുകളിലേക്ക് ഇരച്ചു കയറും പോലെ തോന്നിയതും കൃഷ്ണ കൈകൾ കൊണ്ട് വാ മൂടി ബാത്റൂം ലക്ഷ്യമാക്കി ഓടി. കൃഷ്ണ! അവളുടെ ഓട്ടം കണ്ട് ജോയൽ പകപ്പോടെ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും ബാത്റൂമിലേക്ക് ഓടിക്കയറി കൃഷ്ണ കഴിച്ച ദോശയും ബീഫും മുഴുവനും ഛർദ്ദിച്ചു കളഞ്ഞ് തളർച്ചയോടെ അവൾ നിലത്തേക്ക് ഊർന്നു വീഴാൻ പോയതും ജോയൽ ഓടി വന്ന് അവളെ തൻ്റെ കൈകളിൽ താങ്ങി പിടിച്ചു. അപ്പോഴേക്കും അവൾ നന്നായി തളർന്നിരുന്നു. അവൻ്റെ കൈകൾ മുറുകെ പിടിച്ച് അവൾ അവനോട് കൂടുതൽ ചേർന്ന് നിന്നു. കൃഷ്ണ! എന്താടാ? അവളുടെ അടഞ്ഞു പോകുന്ന മിഴികൾ കണ്ട് അവളുടെ കവിളിൽ കൈ ചേർത്തുകൊണ്ട് ജോയൽ പേടിയോടെ ചോദിച്ചു. പക്ഷേ അവന് മറുപടി കൊടുക്കാൻ അവൾക്ക് നാവ് പൊങ്ങുന്നുണ്ടായിരുന്നില്ല. അവൾ അത്രയും ക്ഷീണിച്ചു പോയിരുന്നു ആ സമയം. അവളുടെ അവസ്ഥ മനസ്സിലാക്കി ജോയൽ അവളെ കൈകളിൽ കോരിയെടുത്ത് റൂമിൽ കൊണ്ടുപോയി ബെഡിലേക്ക് പതിയെ കിടത്തി. കൃഷ്ണ, നിനക്ക് വയ്യേ? നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അല്ലെങ്കിൽ ഞാൻ മമ്മിയെ വിളിക്കാം. അവൾക്കടുത്തേക്ക് ഇരുന്ന് വെപ്രാളത്തോടെ എന്തെല്ലാമോ പറഞ്ഞുകൊണ്ട് ജോയൽ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് പോകാനായി തിരിഞ്ഞു. പക്ഷേ അപ്പോഴേക്കും അവൻ്റെ കയ്യിൽ കൃഷ്ണയുടെ പിടി വീഴുന്നു. കയ്യിലെ പിടി മുറുകുന്നതറിഞ്ഞ് ജോയൽ ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. മമ്മിയെ വിളിക്കണ്ട ജോ, എനിക്കൊന്നുമില്ല. അടഞ്ഞു പോകുന്ന ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് കൃഷ്ണ അവൻ്റെ കയ്യിലെ പിടി വിട്ടു. എൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരിക്ക് ജോ. തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിറമിഴിയാലെ അവൾ പറയുമ്പോൾ ഒരു നിമിഷം ജോയലിൻ്റെ നെഞ്ച് ശക്തമായി പിടച്ചുപോയി. അവൻ്റെ കണ്ണുകൾ അവനെ അറിയാതെ തന്നെ നിറഞ്ഞു വന്നു. അവനെ യാന്ത്രികമായി അവൾക്കടുത്തേക്കിരുന്നു. അവൻ്റെ മനസ്സിലേക്ക് പല ചിന്തകൾ കടന്നു വന്നു. തൻ്റെ കുഞ്ഞ് അവളുടെ ഉള്ളിൽ തുടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ സാമീപ്യം അവൾ കൊതിച്ചു കാണില്ലേ? ഏതൊരു പെണ്ണിനെയും പോലെ താൻ അവളെ സന്തോഷത്തോടെ ചേർത്ത് പിടിക്കണമെന്നും മതിവരുവോളം ചുംബിക്കണമെന്നും അവൾ ആഗ്രഹിച്ചു കാണില്ലേ? ജോയലിൻ്റെ മനസ്സ് അവനോട് തന്നെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയം അത്രയും കൃഷ്ണ അവനെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു. അവനെ അടുത്തിരുന്നിട്ടും എന്തുകൊണ്ടോ അവൾക്ക് അവനോട് ഒന്നും സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ സാമീപ്യം വേണമെന്ന് ഒരു നിമിഷം ആഗ്രഹിച്ചു പോയതുകൊണ്ട് മാത്രമാണ് അടുത്തിരിക്കാൻ അവനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ അവൻ്റെ നിറയുന്ന മിഴികൾ അവളിൽ അസ്വസ്ഥത ഉളവാക്കി. അവൾ വല്ലായ്മയോടെ അവനിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ച് മുഖം താഴ്ത്തി കിടന്നു. കൃഷ്ണ! അവളിലെ മൗനം അവനെ വല്ലാതെ നോവിക്കുന്നുണ്ടായിരുന്നു. ഇനിയും പിടിച്ചു നിൽക്കാനാവില്ലെന്ന് തോന്നിയപ്പോൾ ബെഡിൽ വച്ചിരുന്ന അവളുടെ കയ്യിൽ തൻ്റെ കൈവിരലുകൾ കോർത്തുകൊണ്ട് അവൻ വിങ്ങലോടെ അവളെ വിളിച്ചു. അവൻ്റെ ശബ്ദത്തിലെ ഇടർച്ച മനസ്സിലാക്കി കൃഷ്ണ അവനെ ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി. ഞാനൊന്ന് തൊട്ടോട്ടെ നമ്മുടെ കുഞ്ഞിനെ? അവളുടെ വയറിൽ കണ്ണുകൾ പതിപ്പിച്ചുകൊണ്ട് ജോയൽ ഇടർച്ചയോടെ ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ വല്ലാത്തൊരു ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു കൃഷ്ണയ്ക്ക് അവനോട്. അവനെ തടയാൻ അവളുടെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവനിലെ അച്ഛൻ എന്ന അവകാശത്തെ നിഷേധിക്കാൻ എന്തുകൊണ്ടോ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അതിലുപരി തനിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നൽ അവളെ വല്ലാതെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് ജോയലിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അവൾ തീരുമാനിച്ചു. അവളെ നോക്കി അനുവാദത്തിനായി കാത്തിരിക്കുന്ന ജോയലിനെ കണ്ട് അവളുടെ മനസ്സ് വിങ്ങുന്നുണ്ടായിരുന്നു. പറയ് കൃഷ്ണ, ഞാൻ തൊട്ടോട്ടെ? അവളിൽ നിന്ന് പ്രതികരണമില്ലാതായപ്പോൾ ജോയൽ വീണ്ടും പ്രതീക്ഷയോടെ അവളോട് ചോദിച്ചു. അവൻ്റെ ചോദ്യത്തിന് അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. അത് മതിയായിരുന്നു ജോയലിന്. അവളുടെ സമ്മതം കിട്ടിയ അടുത്ത നിമിഷം അവൻ്റെ കൈവിരലുകൾ ഒരു വിറയലോടെ അവളുടെ വയറിലേക്ക് നീണ്ടു. അവളിട്ടിരുന്ന ടോപ്പ് ചെറുതായി ഉയർത്തി വയറ് കാണാൻ കഴിയും വിധം അവൻ നീക്കിവെച്ചു. തനിക്ക് മുന്നിൽ വെളുവായ തൻ്റെ കുഞ്ഞിനെ ചുമക്കുന്ന അവളുടെ കുഞ്ഞു വയർ അവൻ കൗതുകത്തോടെ നോക്കിയിരുന്നു കുറച്ചു നേരം. അവിടേക്ക് നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു പോയിരുന്നു. താൻ ഒരു നിമിഷത്തേക്കെങ്കിലും അകറ്റി നിർത്തിയ തൻ്റെ കുഞ്ഞ്
കണ്ടില്ലെന്ന് നടിച്ച തൻ്റെ രക്തം. അർഹതയുണ്ടോ തനിക്കിതിനെ തൊടാൻ? ജോയലിന്റെ മനസ്സ് അവനോട് തന്നെ ചോദിച്ചു കൊണ്ടിരുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞ് അതിൽ നിന്ന് കണ്ണുനീർ ഇറ്റ് അവളുടെ വയറിലേക്ക് വീണ് ചിതറി. എന്തു പറ്റി ജോ? കഴിയുന്നില്ല അല്ലേ? ജോയലിന്റെ തറഞ്ഞുള്ള ഇരിപ്പ് കണ്ട് കൃഷ്ണ ഒരു പുച്ഛത്തോടെ ചോദിച്ചു. അടുത്ത നിമിഷം അവളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരേങ്ങലോടെ ജോയൽ അവളെ ചുറ്റിപ്പിടിച്ച് അവളുടെ വയറിലേക്ക് മുഖമമർത്തി പൊട്ടിക്കരഞ്ഞു. അവന്റെ പ്രവൃത്തിയിൽ കൃഷ്ണ ഞെട്ടിത്തരിച്ചുപോയി. ജോ! കൃഷ്ണ ഞെട്ടലോടെ അവനെ വിളിച്ചു. ജോ, നീ എന്തായി കാണിക്കുന്നത്? എഴുന്നേൽക്ക്! ജോയലിന്റെ കണ്ണുനീർ വീഴുന്നിടം പൊള്ളും പോലെ തോന്നിയതും കൃഷ്ണ തന്നിൽ നിന്ന് ജോയലിനെ അടർത്തി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. കൃഷ്ണ, പ്ലീസ്! അത്രമാത്രം പറഞ്ഞുകൊണ്ട് ജോയൽ ഒന്നുകൂടി അവളുടെ വയറിലേക്ക് മുഖമമർത്തി വെച്ചു. അവന്റെ പ്രവൃത്തിയിൽ ഒന്ന് വിറച്ചുപോയെങ്കിലും അവൾ അവനെ തടഞ്ഞില്ല. അവന്റെ വിങ്ങൽ മനസ്സിലാക്കിക്കൊണ്ട് അവൾ അവന്റെ തലയിൽ പതിയെ തഴുകി കൊടുത്തു. അവളുടെ തലോടൽ കൊതിച്ചതുപോലെ അവനും അവൾക്ക് വിധേയയായി കിടന്നു. എന്നോട് ക്ഷമിക്കാൻ നിനക്ക് കഴിയുമോ കൃഷ്ണ? നീ പറയുന്നത് എന്തും ചെയ്യാം. പക്ഷേ ഈ അവഗണന അതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. നിമിഷങ്ങൾ കടന്നു പോകവേ അവളിൽ നിന്ന് വിട്ടുമാറി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ജോയൽ അത് ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകളിലെ വേദന താങ്ങാനാകാതെ കൃഷ്ണ അവനിൽ നിന്ന് മുഖം തിരിച്ചു. ജോ, നീ കിടക്കാൻ നോക്ക്. എനിക്ക് ഉറങ്ങണം. തന്നിൽ നിന്നും ജോയലിന്റെ കൈകൾ വേർപെടുത്തിക്കൊണ്ട് അവൾ ടോപ്പും പിടിച്ച് നേരെയിട്ട് ബെഡിന്റെ അറ്റത്തേക്ക് നീങ്ങിക്കിടന്നു. ഞാൻ മാത്രമാണോ കൃഷ്ണ തെറ്റ് ചെയ്തത്? നീ എന്നോട് ചെയ്തത് തെറ്റല്ലേ? വഞ്ചനയല്ലേ? ജെസ്സിയോട് നീയും കാശിയും എല്ലാം തുറന്നു പറഞ്ഞു. അവളും ഞങ്ങളുടെ ചോര തന്നെയായിരുന്നില്ലേ? സത്യങ്ങൾ അറിഞ്ഞപ്പോൾ അവൾക്ക് തോന്നാത്ത എന്ത് വെറുപ്പായിരുന്നു എനിക്കും ജോബിച്ചായനും നിങ്ങളോട് തോന്നുന്നത്? കൃഷ്ണയുടെ പെരുമാറ്റത്തിൽ വേദന തോന്നിയ ജോയൽ തൻ്റെ ഉള്ളിലുള്ള ചോദ്യം അവളോട് ചോദിച്ചു. ഇതിനുള്ള ഉത്തരം നിനക്ക് വഴിയേ മനസ്സിലാകും ജോ. തെറ്റ് ചെയ്തത് നീയോ ഇവിടെ ഉള്ളവരോ മറ്റുള്ളവരോ ആണെന്ന് ഞാനോ എൻ്റെ ഏട്ടനോ ഒരിക്കലും പറയില്ല. കാരണം ഞങ്ങളും തെറ്റ് ചെയ്തിട്ടുണ്ട്. സത്യങ്ങൾ മറച്ചുവെച്ച് നിങ്ങളോടൊക്കെ കൂട്ടുകൂടിയതും നിന്നെ ഞാൻ പ്രണയിച്ചതും എല്ലാം തെറ്റായിരുന്നു. പക്ഷേ ഒന്നും തുറന്നു പറയാതിരുന്നതിന് ഒരു കാരണമേ ഉള്ളൂ. അത് നിങ്ങളുടെ വല്യപ്പച്ചൻ കുരിശിങ്കൽ സേവ്യറാണ്. കൃഷ്ണ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്ന് ജോയലിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. എന്ത്, വല്യപ്പച്ചനോ? നിങ്ങൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ വല്യപ്പച്ചന് എന്ത് പ്രശ്നം? ജോയൽ ഞെട്ടലോടെ ചോദിച്ചു. അത് പറഞ്ഞാൽ നിനക്കിപ്പോൾ മനസ്സിലാവില്ല ജോ. ഞാൻ നിന്നോട് എൻ്റെ സ്വാർത്ഥതയുടെ പേരിൽ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കുരിശിങ്കൽ തറവാട്ടിൽ ഇപ്പോൾ ഉള്ള സന്തോഷവും സമാധാനവും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ഒരേ ഒരു പ്രശ്നം ഞാൻ മാത്രമാണ്. ഞാൻ പോയിക്കഴിഞ്ഞാൽ അതും കഴിയും. പിന്നെ ഇത് പഴയ കുരിശിങ്കലായി മാറും, സേവ്യറുടെ സ്വർഗം. അത് പറയുമ്പോൾ കൃഷ്ണയിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. നീ എവിടേക്ക് പോകാൻ? എൻ്റെ ഭാര്യ എൻ്റെ ഒപ്പം എൻ്റെ വീട്ടിലാണ് ഉണ്ടാവേണ്ടത്. നീ ഈ തറവാടിൻ്റെ പടി ഇറങ്ങുന്ന നിമിഷം ജോയലിൻ്റെ മരണമായിരിക്കും. ജോ! ജോയലിൻ്റെ ഉറച്ച വാക്കുകളിൽ ഞെട്ടലോടെ വിളിച്ചുപോയി കൃഷ്ണ. നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ ഇനിയും മനസ്സിലായെന്ന് വരില്ല. ഒന്നറിയാം, വല്യപ്പച്ചനും നിന്റെ മുത്തശ്ശനുമായുള്ള ശത്രുതയുടെ രഹസ്യം നിനക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് നീ ഇപ്പോൾ എന്നോടിങ്ങനെ സംസാരിച്ചത്. അതെന്താണെന്ന് നീ സ്വയം പറയും വരെ എനിക്കറിയണ്ട. ഞാൻ ചോദിക്കുകയുമില്ല. പക്ഷേ എന്നെ വിട്ട് ഇനി അകന്നു നിൽക്കാമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. അങ്ങനെ സംഭവിച്ചാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും ഞാൻ. കൃഷ്ണ പല്ലവി എന്നും ജോയൽ ജോണിൻ്റെ സ്വന്തമാണ്. എൻ്റെ പ്രണയം സത്യമാണെങ്കിൽ നീ എവിടേക്കും പോകില്ല. പോകാൻ അനുവദിക്കില്ല ഞാൻ. അങ്ങനെ പോകാൻ നീ തീരുമാനിച്ചാൽ നിന്നെ എങ്ങനെ നിലയ്ക്ക് നിർത്തണമെന്ന് എനിക്ക് നന്നായി അറിയാം. ഈ ജോയൽ ജോണിൻ്റെ കരവലയത്തിൽ നിന്നും അകന്നു പോകാൻ ഈ ജന്മം നിന്നെ അനുവദിക്കില്ല ഞാൻ. ഭീഷണി പോലെ പറഞ്ഞുകൊണ്ട് ജോയൽ കാറ്റിൻ്റെ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു നടുക്കത്തോടെ ഇരുന്നു പോയി കൃഷ്ണ. അവൻ്റെ വാശിയും ദേഷ്യവും നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ ഉള്ളിൽ പേരറിയാത്തൊരു ഭയം ഉരുണ്ടുകൂടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. നീ എങ്ങോട്ടാ? രാവിലെ തന്നെ എവിടേക്കോ പോകാനായി ഒരുങ്ങിയിറങ്ങുന്ന ജെസ്സിയെ കണ്ട് ജോബിൻ സംശയത്തോടെ ചോദിച്ചു. മാണിക്കശ്ശേരി മനയിലേക്ക്. എന്താ, വരുന്നോ? വരട്ടെ? ജെസ്സിയുടെ മറുപടിയിൽ ആവേശത്തോടെ ചോദിക്കുന്ന ജോബിനെ കണ്ട് അവൾ അറിയാതെ തലയിൽ കൈവച്ചു പോയി. എൻ്റെ ജോബിച്ചായ, നിങ്ങൾക്കെന്താ ഭ്രാന്തായോ? നിങ്ങൾ അവിടേക്ക് വരുന്നത് ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ എന്താ നടക്കുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ? എന്തുണ്ടാവാൻ? ഒന്നും ഉണ്ടാവില്ല. ഒന്ന് കണ്ടാൽ മതിയടി. മറഞ്ഞു നിന്നിട്ടായാലും എനിക്കവനെ കാണാതെ പറ്റുന്നില്ല. അത് പറയുമ്പോൾ ജോബിൻ്റെ കണ്ണുകൾ നിറയുന്നത് കണ്ട് ജെസ്സിയുടെ നെഞ്ചു പിടഞ്ഞു. ഇച്ചായ, എന്താ ഇത്? നിങ്ങൾ ഇത്രയുള്ളോ? ഞാൻ കരുതിയത് നിങ്ങൾ കുരിശിങ്കലിലെ ഗർജിക്കുന്ന സിംഹമാണെന്നാ. അവൻ്റെ താടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ജെസ്സി അത് പറയുമ്പോൾ ജോബിൻ അറിയാതെ ചിരിച്ചുപോയി. പോടി, സ്നേഹത്തിന് മുന്നിൽ ഏത് സിംഹവും മുട്ടുകുത്തും. ഈ ജോബിൻ ജോൺ മുട്ടുകുത്തുന്നെങ്കിൽ അതെൻ്റെ കാശിയുടെ മുന്നിൽ മാത്രമായിരിക്കും. അതിന് മരിക്കുവോളം അങ്ങനെ തന്നെയായിരിക്കും. ജോബിൻ്റെ വാക്കുകളിൽ സന്തോഷം കൊണ്ട് ജെസ്സിയുടെ കണ്ണും മനസ്സും നിറഞ്ഞിരുന്നു. ഇച്ചായ,
നിങ്ങൾ മറ്റേതാണോ? ഐ മീൻ, ആർ യു ഗേ? എൻ്റെ ചെക്കനെ നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് തട്ടിയെടുക്കോ? എനിക്കിപ്പോൾ ചെറിയ സംശയമുണ്ട്. കാശിയെ കാണുമ്പോൾ വായിൽ നിന്ന് തേനൊലിക്കുമല്ലോ. വായടക്കടി. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ജെസ്സി കുറുമ്പോടെ ചോദിച്ചതും ഒറ്റ ആട്ടായിരുന്നു ജോബിൻ. എൻ്റെ ചെവി. രാവിലെ തന്നെ സംസ്കൃത ശ്ലോകം പറഞ്ഞ് നിങ്ങളെൻ്റെ ചെവി കേടാക്കിയല്ലോ ഇച്ചയാ. ജെസ്സി ചെവിയിൽ വിരലിട്ട് കറക്കിക്കൊണ്ട് ജോബിനെ നോക്കി കണ്ണുരുട്ടി. അനാവശ്യം പറഞ്ഞാൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറവും കേൾക്കേണ്ടി വരും നിനക്ക്. ജോബിൻ അവളുടെ തലയ്ക്കൊരു കൊട്ടും കൊടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. എന്താടി ഇവിടെ? നീ എവിടെ പോവുക? അവരുടെ സംസാരം കേട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്ന കൃഷ്ണ ജെസ്സിയെ നോക്കി സംശയത്തോടെ ചോദിച്ചു. ഞാൻ നിന്റെ ഏട്ടനെ കാണാൻ പോവുക. അപ്പോൾ ദാ ജോബിച്ചാനും എൻ്റെ ഒപ്പം വരുന്നുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുക. നാദിനെ കാണാതെ പറ്റില്ലെന്ന്. ജെസ്സി കൂസലില്ലാതെ പറഞ്ഞുകൊണ്ട് ഫോണിൽ കുത്തിക്കൊണ്ട് നിന്നു. മഹാദേവ, ഈ ഇച്ചായൻ ഇതെന്ത് ഭാവിച്ചാ? കാശിയേട്ടൻ ഇച്ചായൻ എങ്ങാനും കണ്ടാൽ നമ്മുടെ എല്ലാ പ്ലാനും ചീറ്റിപ്പോവും. കൃഷ്ണ നെഞ്ചത്ത് കൈവച്ചു പോയി. ഒന്നുമില്ലടി, നീ പേടിക്കണ്ട. ഇച്ചായൻ നാദിനെ മറഞ്ഞു നിന്ന് കണ്ടോളാം എന്നാ പറഞ്ഞത്. പിന്നെ ഞാനുണ്ടല്ലോ, ഒന്നും സംഭവിക്കാതെ. ഞാൻ നോക്കിക്കോളാം. നീ ടെൻഷനാകാതെ മമ്മിയുടെ അടുത്ത് പോയി വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് എൻ്റെ ചെക്കൻ ഉഷാറാക്ക്. ഞാൻ തിരിച്ചു വന്നിട്ട് നമുക്ക് നുണ പറയാം. കൃഷ്ണയുടെ വയറിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് അവൾക്കൊരു ഉമ്മയും കൊടുത്തിട്ട് ജെസ്സി ജോബിൻ പോയതിൻ്റെ പിറകെ പുറത്തേക്ക് ഓടി. ഈ പെണ്ണ്. അവൾ പോയ വഴിയെ നോക്കി ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് കൃഷ്ണ കിച്ചണിലേക്ക് നടന്നു. നീ പറയുന്നതൊക്കെ നേരാണോ റയാൻ? ആ ദിവസങ്ങൾ അവൾ അവിടെ ഒറ്റയ്ക്കായിരിക്കുമോ? അതെ, അവൾക്ക് കൂട്ടിന് ഏതോ ജോലിക്കാരി നിർത്തുമെന്നാണ് ലിയ പറഞ്ഞത്. അവരുടെ കണ്ണിൽ പെടാതെ വേണം എല്ലാം ചെയ്യാൻ. ഫോണിൻ്റെ മറുപുറത്തു നിന്ന് വന്ന ചോദ്യത്തിന് ക്രൂരമായൊരു ചിരിയോടെ റയാൻ മറുപടി കൊടുത്തു. ശരി, ഇനിയൊരു ഫോൺ കോൾ ഉണ്ടാവില്ല. അവളുടെ മരണവാർത്ത അറിയുമ്പോൾ കുരിശിങ്കൽ തറവാട്ടിൽ വെച്ച് നേരിട്ട് കാണാം. ബൈ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ആ ഫോൺ കോൾ കട്ടാകുമ്പോൾ റയാൻ കുടിലതയോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഫോൺ ചെവിയിൽ നിന്ന് എടുത്തു മാറ്റി. നിന്റെ സമയം അടുത്തു കഴിഞ്ഞു കൃഷ്ണ. അറിയിക്കേണ്ടവരെ ഈ റയാൻ ഫിലിപ്പ് അറിയിച്ചിട്ടുണ്ട് എല്ലാം. ഇനി അവരുടെ കൈകളിലാണ് എല്ലാം. എൻ്റെ ഒരാഗ്രഹം മാത്രം ഇപ്പോഴും ബാക്കിയായി. സാരമില്ല, എൻ്റേത് കൂടി ചേർത്ത് അവർ തരും നിനക്കുള്ള സമ്മാനം. ഒരുങ്ങിയിരുന്നോ നീ? നിന്നെ കൊല്ലാൻ കൂട്ടു നിൽക്കില്ലായിരുന്നു ഞാൻ, എൻ്റെ ആഗ്രഹം നീ സാധിച്ചു തന്നിരുന്നെങ്കിൽ. പക്ഷേ എന്നെ പലതവണ അപമാനിച്ചുകൊണ്ട് നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനുള്ള ശിക്ഷയായി കണക്കാക്കിക്കോ നീ നിന്റെ മരണം. ഫോൺ ഗാലറിയിലെ കൃഷ്ണയുടെ ഫോട്ടോയിലേക്ക് നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി എനിക്കിതിൻ്റെ ആവശ്യമില്ല. ബലി കൊടുക്കാൻ പോകുന്ന ആട്ടിൻകുട്ടിയോട് മോഹം തോന്നിയിട്ട് എന്ത് കാര്യം? അത് പറയുമ്പോൾ റയാൻ്റെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങുന്നുണ്ടായിരുന്നു.